സേവ് ബോക്സ് ആപ്പുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിൽ പ്രതികരണവുമായി നടൻ ജയസൂര്യ കുറിക്കുന്നത് ഇങ്ങനെയാണ്. 2 ദിവസമായി എന്നെക്കുറിച്ച് നുണപ്രചരണം കണ്ട് അന്തം വിട്ടിരിക്കുകയാണ് ഞാൻ. കാരണം എനിക്ക് സമൻസ് തന്നു, 7-ാം തീയതി ഞാൻ വീണ്ടും ഹാജരാകണം എന്ന് പറഞ്ഞു തുടങ്ങിയതാണ് ഈ നുണപ്രചരണം. കഴിഞ്ഞ 2 ദിവസമായി ചാനലിലൂടെ സമൻസ് കിട്ടുന്നതല്ലാതെ നേരിട്ട് ഈ കുറിപ്പ് എഴുതുന്ന നിമിഷം വരെ എനിക്കോ എന്റെ ഭാര്യയ്ക്കോ ED-യിൽ നിന്ന് അങ്ങനെയൊരു സമൻസ് ലഭിച്ചിട്ടില്ല. 24-ന് ഹാജരാകണം എന്ന സമൻസ് കിട്ടി, ഞാൻ ഹാജരായി. 29-ന് ഹാജരാകണം എന്ന് പറഞ്ഞു, അതിനും ഞങ്ങൾ ഹാജരായിരുന്നു. അല്ലാതെ 7-ാം തീയതി വീണ്ടും ഹാജരാകാനുള്ള സമൻസ് ഞങ്ങൾക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല. നമ്മളെ പരസ്യ ആവശ്യങ്ങൾക്കും മറ്റുമായി സമീപിക്കുന്നവർ നാളെ എന്തൊക്കെ ഒപ്പിക്കുമെന്ന് നമുക്കാർക്കെങ്കിലും ഊഹിക്കാൻ സാധിക്കുമോ? എല്ലാവിധ സാമ്പത്തിക ഇടപാടുകളും നിയമാനുസൃതമായി മാത്രം നടത്തി കൃത്യമായ നികുതി പൊതുഖജനാവിൽ അടയ്ക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരു സാധാരണ പൗരൻ മാത്രമാണ് ഞാൻ. സേവ് ബോക്സ് ബിഡിംഗ് ആപ്പ് നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ജയസൂര്യയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദ്യം ചെയ്തിരുന്നു. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ അടക്കം ഓൺലൈൻ ലേലത്തിലൂടെ കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ടായിരുന്നു ആപ്പ് പ്രവർത്തനം തുടങ്ങിയത്. ഇന്ത്യയിലെ തന്നെ ആദ്യ ലേല ആപ്പ് എന്ന് പറഞ്ഞാണ് സേവ് ബോക്സ് ലോഞ്ച് ചെയ്തത്. സേവ് ബോക്സിന്റെ ബ്രാൻഡ് അംബാസിഡറായി ജയസൂര്യയ്ക്ക് കരാർ ഉണ്ടായിരുന്നതായി ED-ക്ക് വിവരം ലഭിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ജയസൂര്യയെ ചോദ്യം ചെയ്തത്. സേവ് ബോക്സ് ആപ്പ് ഉടമയായ തൃശൂർ സ്വദേശി സ്വാദിഖ് റഹീമിനെ 2023-ൽ തൃശൂർ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു.